ആക്രി പെറുക്കാനെന്ന വ്യാജേന വീടുകളിലും സ്ഥാപനങ്ങളിലും കയറി മോഷണം നടത്തുന്ന നാടോടി സ്ത്രീകൾ കളമശ്ശേരി പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശികളായ കാളിയമ്മ, ജ്യോതി, നാഗമ്മ എന്നിവരാണ് പിടിയിലായത്. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. ആക്രി പെറുക്കാനെന്ന വ്യാജേന വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും പരിസരത്തെത്തി നിരീക്ഷണം നടത്തിയ ശേഷം ആളില്ലാത്ത സമയം കൂട്ടത്തോടെ എത്തി അവിടെയുള്ള വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ മോഷണം നടത്തി കടന്നുകളയുകയാണ് ഇവരുടെ രീതി. മെയ് 23 വ്യാഴാഴ്ച ഇടപ്പള്ളി ടോൾ ജംഗ്ഷന് സമീപമുള്ള സാനിറ്ററി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പുതുതായി വന്ന ബാത്റൂം ഫിറ്റിംഗ് ഉൽപ്പന്നങ്ങൾ ഡിസ്പ്ലേക്ക് വെക്കുന്നതിന് മുന്നോടിയായി കടയുടെ പുറത്ത് ജനറേറ്റർ റൂമിനോട് ചേർന്നുള്ള സ്ഥലത്ത് സൂക്ഷിച്ചിരുന്നു. ഡിസ്പ്ലേ വെക്കുന്നതിനായി ഇന്നലെ സാധനങ്ങൾ എടുക്കാൻ വന്നപ്പോഴാണ് ഇവ നഷ്ടപ്പെട്ടതായി എന്ന് മനസ്സിലായത്. തുടർന്ന് CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് 4 നാടോടി സ്ത്രീകൾ പലപ്പോഴായി വന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നതായി കാണുന്നത്. ഏകദേശം 3.5 ലക്ഷം രൂപയുടെ ബാത്റൂം ഫിറ്റിങ്ങുകളാണ് ഇവർ മോഷണം നടത്തിയത്. മോഷണ വിവരം അറിഞ്ഞ കളമശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡുകളായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിക്കുകയും മോഷണം നടത്തിയ നാടോടി സ്ത്രീകളായ 3 പേരെ ആലുവ ഭാഗത്തു നിന്നും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മോഷണം നടത്തിയ ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരു നാടോടി സ്ത്രീക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കളമശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, സബ് ഇൻസ്പെക്ടർ തോമസ് അബ്രഹാം, CPOമാരായ മാഹിൻ, അരുൺകുമാർ, ഡ്രൈവർ CPO ആദർശ് എന്നിവർ ഉൾപ്പെട്ട പോലീസ് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കളമശ്ശേരി മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.